ഹായ്, വെൽക്കം ടു ക്യാമ്പസ് വൈസ്. ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്നതും ഹൈ സാലറിയും ബെറ്റർ ലൈഫ് സ്റ്റൈലൊക്കെ തരുന്നൊരു കോഴ്സാണ് ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്തുകൊണ്ട് ഈ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൈലി ഡിമാൻഡ്. ടെക്നോളജി രംഗത്ത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് AI. ഇതോടൊപ്പം തന്നെ AI സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ സ്കിൽഡ് പ്രൊഫഷണൽസിനെ ആവശ്യമാണ്. സെക്കൻഡ് വൺ, കരിയർ ഓപ്പർച്യൂണിറ്റി ആണ്. ബിടെക് AI പഠിച്ച കുട്ടികൾക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് മെഷീൻ ലേണിംഗ്, ഡേറ്റാ സയൻസ്, കമ്പ്യൂട്ടർ വിഷൻ, റോബോട്ടിക്സ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് തുടങ്ങി നിരവധി മേഖലകളുണ്ട്. AI ഒരിക്കലും ഒരു സിംഗിൾ ഇൻഡസ്ട്രി അല്ല, അത് എല്ലാ മേഖലകളിലും ആവശ്യമായി വരുന്ന ഒരു ടെക്നോളജിയാണ്. തേർഡ് പോയിന്റ് ഈസ് ഇന്നോവേഷൻ ആൻഡ് ഇമ്പാക്ട്. ഏതൊരു മേഖലയുമാകട്ടെ ആ മേഖലയിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാനും അല്ലെന്നുണ്ടെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആ മേഖലയിൽ കൊണ്ടുവരാനും AIക്ക് സാധിക്കും. ഫോർ ആൻ എക്സാമ്പിൾ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം AI കൊണ്ടുവന്ന മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. ഇങ്ങനെ AI ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ സമ്മാനിക്കാനും നമുക്ക് സാധിക്കുന്നു. ഫോർത്ത് വൺ, വേഴ്സറ്റിലിറ്റി. നമ്മൾ ഈ ബിടെക് AI പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കില്ലും നോളജും ഒക്കെ ഹൈലി വേഴ്സറ്റൈൽ ആണ്. ഇത് നമുക്ക് പല മേഖലകളിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ AI നിങ്ങൾക്കൊരു സോളിഡ് ഫൗണ്ടേഷൻ തരും, അതിനിപ്പോൾ ഏത് കരിയർ ചൂസ് ചെയ്യാനാണെങ്കിലും. ഫിഫ്ത്ത് വൺ ഈസ് ഫ്യൂച്ചർ പ്രൂഫിംഗ്. AI വളരെ അഡ്വാൻസ്ഡും ഭാവിയിൽ ഒരുപാട് ഡെവലപ്മെന്റ് വരാൻ സാധ്യതയുള്ളൊരു ടെക്നോളജി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫ്യൂച്ചർ പ്രൂഫ് ആയ ഒരു കരിയർ തന്നെയാണ് ബിടെക് AI. സിക്സ്ത് വൺ, ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ്. അതായത് ബിടെക് AIയിൽ മനുഷ്യനെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന AI അൽഗോരിതംസിനെ ക്രിയേറ്റ് ചെയ്യാനും അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുമാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യനെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കണമെങ്കിൽ AIക്ക് ഒരുപാട് മേഖലകളിൽ അറിവ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ AI പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾക്ക് സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ന്യൂറോ സയൻസ്, സൈക്കോളജി പോലെ ഒരുപാട് മേഖലയിൽ അറിവ് വേണമെന്നുള്ളത് നിർബന്ധമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ AI പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സെവൻത് പോയിന്റ് ഈസ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. AIക്ക് ലോകം മുഴുവൻ ജോലി സാധ്യതകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബിടെക് AI പഠിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിക്കുന്നത്. ഓവറോൾ നിങ്ങൾ ഈ ബിടെക് AI പഠിക്കുന്നതിലൂടെ ഫ്യൂച്ചർ പ്രൂഫായ റാപ്പിഡ് ഗ്രോത്ത് ഉള്ള ഒരു മേഖലയിലേക്ക് കൂടിയാണ് നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നത്. നിങ്ങൾക്ക് AIയോട് ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ വേറൊന്നും ചിന്തിക്കേണ്ട, ദിസ് ഇസ് ദ ബെസ്റ്റ് കോഴ്സ് ഫോർ യു. ഇനി നമുക്ക് ബിടെക് AIയുടെ സിലബസ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു പോകാം. അതിനു മുൻപ് ഇതിന്റെ എലിജിബിലിറ്റി ഒന്ന് നോക്കാം. പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എടുത്ത കുട്ടികളാണ് ഈ കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ സിലബസിലോട്ട് കടക്കുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ സിലബസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. എന്നാലും ഇതിന്റെയൊക്കെ കോർ സബ്ജക്റ്റ് എല്ലാവർക്കും സെയിം തന്നെ ആയിരിക്കും. 4 വർഷങ്ങളിലായിട്ട് 8 സെമസ്റ്റർ ആയിട്ടാണ് ഈ കോഴ്സ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പോലെയുള്ള കോമൺ സബ്ജക്ട്സ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഇൻട്രഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇതിൽ AIയുടെ ബേസിക് കൺസെപ്റ്റ്സ്, ഹിസ്റ്ററി, ആപ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് മാത്തമാറ്റിക്സ് ഫോർ AI ആണ്. ഇതെന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളെ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് മാത്തമാറ്റിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, ലീനിയർ ആൽജിബ്ര, പ്രോബബിലിറ്റി തിയറി, കാൽക്കുലസ് തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഡേറ്റാ സ്ട്രക്ചർ അൽഗോരിതംസ് ആണ്. ഈ അൽഗോരിതവും ഡേറ്റാ സ്ട്രക്ചറും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഠിക്കാനുള്ളത് പ്രോഗ്രാമിംഗ് ആണ്. പൈത്തൺ, ജാവ, C++ പോലെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്താണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല ടെൻസർ ഫ്ലോ, പൈടോർച്ച്, സൈക്കിൾ ലേൺ തുടങ്ങിയ ഫ്രെയിം വർക്കുകളെ കുറിച്ചും ലൈബ്രറികളെ കുറിച്ചുള്ള നോളജും ആവശ്യമായിട്ട് വരുന്നു. അടുത്തതാണ് മെഷീൻ ലേണിംഗ്. ഇതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇതിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, മോഡൽ ഇവാലുവേഷൻ, റീഇൻഫോഴ്സ്മെന്റ് ട്രെയിനിങ്, ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്, ട്യൂണിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. ഈ ടോപ്പിക്കിൽ മനുഷ്യരുടെ ലാംഗ്വേജിനെ എങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കാമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സെന്റിമെന്റ് അനാലിസിസ്, എൻറ്റിറ്റി റെക്കഗ്നൈസേഷൻ, മിഷൻ ട്രാൻസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ടോപ്പിക് കമ്പ്യൂട്ടർ വിഷൻ ആണ്. ഇതിൽ ഇമേജ് പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, ഇമേജ് ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ടോപ്പിക്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റോബോട്ടിക്സ്. ഇൻട്രൊഡക്ഷൻ ടു റോബോട്ടിക്സ്, റോബോട്ടിന്റെ മോഷൻസ് എങ്ങനെ പ്ലാൻ ചെയ്യാം, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന ടോപ്പിക്സ് ഒക്കെ ഉൾപ്പെട്ടതാണ് ഇത്. അടുത്ത ടോപ്പിക് AI എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്.
നമ്മുടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ എ യൂസ് ചെയ്യാമെന്നും ഇതിൻ്റെ ഫെയർ യൂസേജ് എന്താണെന്നും അതുപോലെ എയുടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ ടോപ്പിക്. അടുത്തത് ആപ്ലിക്കേഷൻസ് ആണ്. എയുടെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസും കേസ് സ്റ്റഡീസുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഈസ് പ്രോജക്റ്റ് വർക്ക്. ഒരു റിയൽ വേൾഡ് പ്രോബ്ലത്തെ യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഒരു പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതോ ആണ് പ്രോജക്റ്റ് വർക്ക്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് ചേരുന്നതാണ് എയുടെ സിലബസിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പല ടോപ്പിക്കുകളും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്ന വീഡിയോയുടെ ലെങ്ത് ഒക്കെ വല്ലാണ്ട് കൂടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നൽകിയത്. നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതിനു മുൻപായി നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യും. ഇനി നമുക്ക് എയുടെ ജോബ് റോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, ഡേറ്റ സയന്റിസ്റ്റ്, റിസർച്ച് സയന്റിസ്റ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എഞ്ചിനീയർ, കൺസൾട്ടന്റ്, എത്തിസിസ്റ്റ്, റോബോട്ടിക്സ് എഞ്ചിനീയർ, പ്രൊഡക്റ്റ് മാനേജർ. ഇത്രയുമാണ് എക്ക് വരുന്ന മെയിൻ ജോബ് റോൾസ്. കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് പഠിച്ചിട്ട് ഏതൊക്കെ കമ്പനികളിലാണ് ജോലി കിട്ടുക എന്നുള്ളത്. മെയിനായിട്ടും ജോലി കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കാം. TCS, ഇൻഫോസിസ്, വിപ്രോ, IBM, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഫ്ലിപ്കാർട്ട്, പേടിഎം, സൊമാറ്റോ, സ്വിഗ്ഗി. ഞാൻ ഈ പറഞ്ഞ കമ്പനികളിലെല്ലാമായിട്ട് ബിടെക് പഠിച്ച കുട്ടികളെ പല ജോബ് റോളിലോട്ട് ഹയർ ചെയ്യാറുണ്ട്. ഈ കമ്പനികൾ മാത്രമല്ല, ഒരുപാട് കമ്പനികൾ പല ജോബ് റോളിലായിട്ട് ബിടെക് പഠിച്ച കുട്ടികളെ ഹയർ ചെയ്യുന്നുണ്ട്. ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ആപ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതും ഇന്നും എന്നും എല്ലാം തന്നെ എഞ്ചിനീയറിംഗിന്റെ ഒരു മെയിൻ എലമെന്റ് ആണ് മാത്തമാറ്റിക്സ്. അതായത് നമ്മളിപ്പോൾ എടുത്ത് പഠിക്കുന്ന കോഴ്സ് ബിടെക് ആണെങ്കിൽ പോലും നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ് പല സ്ഥലങ്ങളിലും ആവശ്യമായി വരുന്നുണ്ട്. എന്നും പറഞ്ഞ് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഭയങ്കര ടഫായിട്ടുള്ള ഒരു കോഴ്സ് ഒന്നും അല്ലത്. ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്ക് വേണമെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സിലബസ് തന്നെയാണ് ബിടെക് എയുടെ. മാർക്കറ്റിൽ ഹൈ ഡിമാൻഡും ഫ്യൂച്ചർ പ്രൂഫും ഹൈ സാലറിയും കിട്ടുന്ന ബിടെക് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. 100% പ്ലേസ്മെന്റും നല്ല ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുമുള്ള കോളേജ് സെലക്ട് ചെയ്യാനായി ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.